ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്കൊരു ഗുഡ് മോർണിംഗ് തന്നെയാണ്. ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു റിലാക്സേഷനും സന്തോഷം നിങ്ങൾ എൻ്റെ മുഖത്ത് കാണുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഞാനും മക്കളും മോളും ഐറൂസൊക്കെ ഉണ്ട്, പിന്നെ തൊട്ടും മക്കളൊക്കെ ഉണ്ട്. ഇന്നലത്തെ വീഡിയോയിൽ ഞങ്ങൾ വരുന്നത് രാത്രിയാണ് ഇവിടെ എത്തിയപ്പോൾ. ഇന്നൊന്ന് കറങ്ങാൻ പോയി, അതൊക്കെ ഇന്നലത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കാൻ ഇഷ്ടമാണെങ്കിൽ കേട്ടോ. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യും വേണം. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുന്നത് നമ്മുടെ വീട്ടിൽ മാത്രമാകുമ്പോൾ ഉള്ള ഒരു സംഭവമാണ് പുറത്തേക്ക് നോക്കി വായി നോക്കി ഇരിക്കുക എന്നുള്ളത്. കാരണം നമുക്ക് നമ്മുടെ വീട്ടിലാകുമ്പോൾ രാവിലെ തന്നെ നേരെ കിച്ചണിലേക്ക് ആ വഴി ഉണ്ടാവുള്ളൂ, ഈ വഴി ഉണ്ടാവില്ല. അപ്പം നേരെ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇച്ചരായി ഒരു 10 മിനിറ്റുകളായി ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കണം. അപ്പോഴാണ് വീഡിയോ എടുത്താലോ എന്ന് തോന്നിയത് കേട്ടോ. അവിടെ എത്തുമ്പോൾ വീഡിയോ എടുക്കാനൊന്നും ഓർമ്മ ഉണ്ടാവില്ല. കാരണം സംസാരിച്ചിരിക്കുക എന്നുള്ളത് മാത്രമേ സംസാരിച്ചിരുന്ന് ഉറങ്ങിയപ്പോൾ 1 മണി 2 മണിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് പിന്നെ എപ്പോഴാണ് ഉറങ്ങി അറിയില്ല. എല്ലാവരും കൂടെ ആ റൂമിൽ ഇങ്ങനെ കിടക്കാമെന്നൊന്നും എനിക്കറിയില്ല. എല്ലാവരും കൂടി ആ റൂമിൽ തന്നെ കിടന്നു കെട്ടി കിടന്നു. അതിൻ്റെ രസം വേറെ തന്നെയല്ലേ. അപ്പോൾ ഇന്ന് വെയിറ്റ് നോക്കിയിട്ടില്ല കേട്ടോ. വെയിറ്റ് മെഷീന് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താ പറയുക, നല്ല അടിപൊളി ദിവസമാണ് ഇന്ന്. നമ്മൾ അതേ വൈബിളിൽ നമ്മുടെ അതേ ചളി പറയുന്ന നമ്മുടെ അതേ ഭ്രാന്തുകളൊക്കെ ഉള്ള ആളുകളുടെ കൂടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ തനി സ്വഭാവം പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മളും കുട്ടികളാവാണ്. അവിടെ ആകുമ്പോൾ നമ്മൾ ഉമ്മാരാണ്, ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ്. ഇവിടെ ആകുമ്പോൾ നമ്മളെ കുട്ടികളാണ്. ഉമ്മാരത്തെത്തുമ്പോൾ ഉമ്മാരുപ്പാരുള്ള കാലം നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ചോളൂ കേട്ടോ. പിന്നെ ഇവിടെ വരും നമ്മളെ കുറ്റം പറയാത്ത നമ്മുടേതായിട്ട് രീതിയിൽ നിൽക്കാൻ സമ്മതിക്കുന്ന ഇത് ഉമ്മാരുപ്പാരൊക്കെയായും. അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ എഴുന്നേറ്റ് പോകുന്ന കിച്ചണിലേക്കാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉമ്മ ചിക്കനും ബീഫൊക്കെ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ഓർഡർ ചെയ്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കുന്നത് തുത്തൂര് ഭയങ്കര പൂതിമാൻ്റെ ബിരിയാണി കഴിക്കണം എന്നുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും, ഓർഡർ ചെയ്യും കേട്ടോ ബിരിയാണി. അങ്ങനെ അധികം ഞങ്ങൾ വരുമ്പോൾ ഉമ്മാനങ്ങനെ അധികം പണിയെടുപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് 1.5 കിലോനോ അല്ലെങ്കിൽ 2 കിലോനൊക്കെ ബിരിയാണി ഓർഡർ ചെയ്ത് എന്നാൽ ഉച്ചക്കും രാത്രിയും വൈകുന്നേരവും എപ്പോഴും കഴിക്കാൻ പിറ്റേന്നൊക്കെ വരെ ചൂടാക്കി കഴിക്കാനുണ്ടാവും. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല, ഉമ്മാൻ്റെ ബിരിയാണി എന്നെ കഴിക്കണമെന്ന് തുത്തൂൻ്റെ ഒരു പൂതി. അപ്പോൾ അവൾ പറഞ്ഞപ്പോൾ ഉമ്മാനെ അതിനെന്താ കുഴപ്പം, ഇപ്പോൾ പിന്നെ എന്താ പറയുക, ഞാൻ പറയില്ല, ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതുകൊണ്ട് ആൾ വരുന്നതുകൊണ്ട് ഉമ്മാക്ക് ഉള്ളി എറിഞ്ഞു കൊടുക്കാനും എല്ലാം ചതക്കി കൊടുക്കാനും സംഭവം പാത്രങ്ങൾ പിന്നെ ആവുന്ന കഴുകാനൊക്കെ ആളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉമ്മാക്ക് ബിരിയാണി വെക്കാമെന്നത് പറയുന്നത് ഇപ്പോൾ വലിയ ഒരു പ്രശ്നമല്ല കേട്ടോ. അധികം എന്നെല്ലാം ചെയ്യുമ്പോൾ അതൊരു പണിയാണല്ലോ. അപ്പോൾ ഞാൻ വെച്ചാളോ ഉണ്ടാക്കിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ചിക്കനൊക്കെ ഇതാ അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. രാവിലത്തേക്കുള്ള ചിക്കൻ അവിടെ ദോശയാണ് അമ്മ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കേട്ടോ. അപ്പോൾ അതിനുള്ള ചിക്കൻ അവിടെ ഇങ്ങനെ തിളക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കി ഞാനിങ്ങനെ തള്ളി മറിച്ചിരിക്കുമ്പോഴാണ് തുത്തു എഴുന്നേറ്റ് വരുന്നത് കേട്ടോ. അവൾ എഴുന്നേറ്റ് വരുന്നതാണ് കാണുന്നത്. ഞാൻ എഴുന്നേറ്റ് വരുന്ന പാടെ നേരെ എന്താ പറയുക, മുൻവശത്തേക്കാണ് പോകുന്നതെങ്കിൽ തുത്തുതായി വിടുക്കട്ടോ, അടുക്കള ഭാഗത്തേക്കാണ് വരിക. ഞങ്ങൾ തമ്മിലുള്ള ഒരു ചെറിയൊരു ഡിഫറൻ്റ് ആണ് കേട്ടോ. എനിക്കാണെങ്കിൽ മുൻഭാഗത്ത് പോയിരുന്ന് ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കണം. തുത്തുവിന് ഉമ്മ അടുക്കള ഭാഗത്ത് അവിടെ വന്നിട്ട് പുറത്തേക്കുള്ള വാതില്ല അവിടെ അങ്ങനെ അപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കി അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഉമ്മാനായിട്ട് ചൊല്ലിയിരുന്നപ്പോൾ പിന്നെ അവൾ വന്നു. അപ്പോൾ അവളുടെ ടീഷർട്ട് കണ്ട അടിപൊളിയില്ലേ. അപ്പോൾ ഞാനിത് എവിടെ നല്ല ഭംഗിയുടെ ഓറഞ്ച് കളർ അവൾക്ക് നല്ല ചേരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് എവിടുന്നാന്നൊക്കെ ചോദിച്ചപ്പോൾ മീഷോന്നാന്നൊക്കെ പറഞ്ഞു. അവൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അവളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എത്രയാണെന്നോ അത്ര 4-5 ടീഷർട്ട് ഉണ്ട്, അതിന് ഇത്ര വില എന്നൊക്കെ അവൾ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് ഓർഡർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഞങ്ങളവിടെ തള്ളിമറിച്ച് ഇരിക്കണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇതാ ഞാനിവിടെ ഓൺ വോയിസ് ആയിട്ട് കാണിക്കാം കേട്ടോ. ഈ വീഡിയോ എടുക്കണതിന്റെ പിറ്റേ ദിവസം തന്നെ ഓണം വീഡിയോ വരും, അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റും. വീഡിയോ ഭയങ്കര വലുതായിരിക്കുമല്ലോ. വലുതാവണല്ലോ. ഓൾറെഡി ക്യാമറ എല്ലാരും ആ ഒരു ക്ലോക്കിൽ സമയം കാണുന്നുണ്ടെന്ന് വിചാരിക്കണേ. ഓടിന്റെ ഐറോ മധുര 6 മണിക്കൊക്കെ നീച്ചൂടെ? 9:00-ക്കാണ് ഞാൻ നീച്ചത്. പറഞ്ഞതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞ ഞാൻ ഓഫ്
എല്ലാം അതേപോലെ ഇടും. ഇന്ന് ഓളെ മുഴുവൻ ഇന്നലെ രാത്രി ഞാൻ നീച്ച ഊരവേദന ആയിക്കണ്ട. ഇന്നലെ രാത്രിയുടെ കടത്തത്തിന്റെ എക്സ്പീരിയൻസ് ഓരോരുത്തർ പറയാം. ആദ്യം ഞാൻ പറയാം ഇന്നലത്തെ കടത്തത്തിന്റെ. ഇന്നലെ രാത്രി എന്തും അണി ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് അണിയും ആയൂസൊക്കെ ഉള്ളതുകൊണ്ട് 2 കട്ടില് കുടിച്ച് ഏറ്റവും അരൂല് ആരിന്, അത് കഴിഞ്ഞിട്ട് തുത്തും, അത് കഴിഞ്ഞിട്ട് റെയിനും, അത് കഴിഞ്ഞിട്ട് ഇതുമ്മുമാണ് ഉണ്ടാല്. ഇന്ന് ഇതുമ്മൂന്റെ അടുത്ത് നീനു കടക്കാൻ മടിയായതുകൊണ്ട് നീനും ഇതുമ്മു ഭയങ്കര ഒരുമുള്ളതുകൊണ്ട് റെയിനുവിന് തുത്തുന്റെ അടുത്ത് നിന്നിട്ട് കടത്തി, ഇതുമ്മു തുത്തുന്റെ അടുത്ത് കടന്നു, റെയിനു ഇവിടെ കടന്നു, ഇനി നീനു കടന്നു, പിന്നെ ഞാനാണ് കിടക്കല്. ഈ തുത്തു എന്ന് പറയുന്നത് ഞാനാണ് കേട്ടോ. പിന്നെ ഞാനാണ് ശരിക്കും കിടക്കല്. എനിക്ക് കിടക്കാനുള്ള സ്ഥലം അവിടെ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ സ്ഥലത്ത് ഇന്ന് അതിന് അയറു കടന്നു. അപ്പൊ ഞാൻ മാത്രം വഴിയാതാരായപ്പോ ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ച് അവസാനം ഇവരെ കാലിന്റെ അടിയിൽ ഉള്ള ഗ്യാപ്പിൽ ഇങ്ങനെ കയറി പോലെ എല്ലാവരും പൊതുപ്പിന്റെ മേത്തൂടെ ഇട്ടിട്ട് കടന്നു. ആരും കാലും നീട്ടാതെ കണ്ടോണ്ട് ഇപ്പൊ ഞാൻ അവിടെ കാല് നീട്ടിട്ടായിരിക്കും കാണുന്നുണ്ടോ? എല്ലാവർക്കും ഒരു സൈഡ് എല്ലാരും ഇന്ന് രാവിലെ നീച്ചത് ഇവിടെ വേദന അവിടെ വേദന എന്ന് പറഞ്ഞാണ്ട് എല്ലാരും എത്തമാ വിചാരിച്ച ചെറിയ വീടാണെന്ന് വിചാരിച്ചു. ഇനിയിപ്പോ വലിയ കൊട്ടാരം പോലുള്ള വീടാണെങ്കിൽ ഞങ്ങൾ ആ റൂമിൽ എല്ലാരും ഞങ്ങൾക്ക് വേണ്ടിട്ട് അവിടെ 2 കട്ടിലുണ്ട് കൂട്ടിയിടാൻ വേണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഒരു അവസ്ഥ കേട്ടോ. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഇവിടെ കുറേ നേരം ഇരുന്ന് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് മോൾ എഴുന്നേറ്റ് വന്നത് കണ്ടില്ലേ, അവൾ എഴുന്നേറ്റു. പിന്നെ ഐറൂസ് എഴുന്നേൽക്കാത്തത് കൊണ്ട് അവൾ തിരിച്ച് അവിടെ തന്നെ പോയി കിടന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ സൗണ്ട് കണ്ടപ്പോൾ എനിക്ക് സൗണ്ട് കൊടുക്കാൻ വോയിസ് ഇല്ല സത്യം പറഞ്ഞാൽ. ഞാൻ ഇന്നലെ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം അതാട്ടോ, എനിക്ക് തീരെ സൗണ്ടില്ല, ഇന്ന് തന്നെ റെഡി ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ശരിക്കും ഇന്നലെ ഇടേണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സൗണ്ട് കൊടുക്കാനും കഴിയുന്നില്ല. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു സൗണ്ടൊന്നും വൈകുന്നേരം ആയപ്പോൾ ഇല്ല. അങ്ങനെ എല്ലാവരോടും ഉറക്കെ സംസാരിച്ച് എന്താ സൗണ്ട് പറ്റ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്നൊരു കുറച്ചൊരു റെഡി ആയപ്പോഴാണ് ഞാൻ ഈ ഒരു വോയിസ് കൊടുത്ത് നാളെ ഈ അപ്ലോഡ് ആക്കാമെന്ന് കരുതിയത് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ എന്താ പറയുക, അവിടെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് കുറേ ഉമ്മാനെ വിരാന്താക്കി ഇങ്ങനെ നിന്ന് നേരെ എന്താ പറയുക ഫുഡ് കഴിക്കാൻ. അപ്പോഴേക്ക് ചിക്കൻ കറിയൊക്കെ വേണ്ടിയില്ല, നേരത്തെ ചിക്കൻ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഇന്നലെ നമ്മൾ രാത്രി അതും ഇതൊക്കെ കഴിച്ചതുകൊണ്ട് ചെറിയൊരു കുറ്റബോധം കാര്യങ്ങളൊക്കെ ഉള്ളതും ഞാൻ വെള്ളം കുടിച്ചാനിട്ട് അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴൊക്കെ വെള്ളം അങ്ങനെ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചായ മതി എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, നല്ലൊരു കടുപ്പത്തിലൊരു ചായ ഉണ്ടാക്കി കുടിച്ചു. എൻ്റെ ചായ തുത്തൂന് പറ്റൂല കേട്ടോ, കാരണം അവൾക്ക് അത്ര കടുപ്പം അങ്ങോട്ട് ഇഷ്ടമല്ല. പിന്നെ ഞാൻ മധുരം ഇടൂല, അവൾക്ക് നല്ല മധുരം വേണം. അതുകൊണ്ട് എൻ്റെ ചായ അവൾക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ നീനുവിനും അണിക്കുമോളൂനും എൻ്റെ ചായ കിട്ടണം. അപ്പം എന്താ പറയുക, അവർക്കൊക്കെ ഞാൻ ചായ ഉണ്ടാക്കി കൊടുത്തു, ഞാനും ചായ കുടിച്ചു. അങ്ങനെ ഇരുന്നിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു പ്രേതത്തിൻ്റെ ഫിലിം കണ്ടു കേട്ടോ. സത്യം പറയാലോ, ഇത്രയും വളിപ്പൊരു സിനിമ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രേതത്തിൻ്റെ സിനിമ കാണുന്നത് കേട്ടോ. ആ ഒരു പ്രേതത്തിൻ്റെ മുഖഭാവം കണ്ടോ, ഒരു പേടിയുമില്ല ഒന്നുമില്ല. പക്ഷേ ഈ തുത്തൊക്കെ കണ്ടോ, ഇത്രയും ആകാംക്ഷ, എന്തോ അടിപൊളി ഫിലിം കാണുന്ന പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇവിടെ മോളും അപ്പോഴേക്കും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. മോളും ഐറൂസൊക്കെ കണ്ടോ, എന്താ ശുഷ്കാന്തിൻ്റെ ഐറൂസിൻ്റെയൊക്കെ. അപ്പോൾ അവരൊക്കെ ഇരുന്ന് കണ്ട് പിന്നെ കുറേ നേരം അങ്ങനെ സമയം കളഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ എനിക്ക് വിശന്നു. പിന്നെ ഞാൻ രാവിലെ കഴിക്കാത്തത് കൊണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ടായി. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫുഡ് കഴിച്ചത്. ഞാൻ ഉമ്മാനോട് എഗ് ഡയറ്റാന്നൊക്കെ പറഞ്ഞിട്ട് മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരു മുട്ട എടുത്തു. പിന്നെ ബീഫുണ്ട്, ചിക്കൻ്റെ ബിരിയാണിയുടെ ചിക്കൻ മസാലയുണ്ട്, ചിക്കൻ വറുത്തതും, അതുപോലെ തന്നെ എന്താ പറയുക തൈരൊക്കെ കൂട്ടിയിട്ട് ഞാൻ കഴിച്ചിട്ടോ. അപ്പോൾ നീനും തുത്തൊന്നും അപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ബിരിയാണി ദമ്മ് പൊളിക്കണ നേരത്ത് അവർ ആ അമ്മാൻ്റെ ഒപ്പം ചെന്നിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ നേരം അവർ വിളിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതിനൊക്കെ അവർ പരാതി പറഞ്ഞു, ഇന്നെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തുത്തുവിനോടൊക്കെ പരാതി പറഞ്ഞിട്ട്. പക്ഷെ ഞാനെന്തോ തിരക്കിലായിരുന്നു തോന്നുന്നു, എന്ത് തിരക്ക് എനിക്ക് ഓർമ്മയില്ല. ബിരിയാണി ദമ്മ് പൊളിക്കണ നേരം ഞാൻ അവിടെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ കഴിച്ചു. അതുകൊണ്ട് ഞാൻ പിന്നെ കഴിച്ചപ്പോൾ അവരൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞാലാണ്
അവർ ഫുഡ് കഴിച്ചത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക, ഞങ്ങൾ ഇങ്ങനെ കൂടുന്ന ദിവസം, എല്ലാവരും കൂടുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ എല്ലാവരും കൂടിയിട്ടുള്ള റീൽസ് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ എന്താ പറയുക, റിസോർട്ടിലൊക്കെ പോയി നിന്നിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു ന്യൂ ഇയറിൻ്റെ ആ ഒരു സമയത്തൊക്കെ. അന്ന് ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഡാൻസൊക്കെ എടുത്തപ്പോൾ അന്ന് തീരുമാനിച്ചതാട്ടോ, ഇനി നമ്മൾ എന്നാണോ വീട്ടിൽ കൂടുക അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കൂടുകയെന്നുണ്ടെങ്കിൽ അന്ന് നമുക്ക് എല്ലാവരും കൂടിയുള്ള ഡാൻസൊക്കെ ഇടണം, പിന്നെ എല്ലാവരും ഒരുമിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ റീൽസ് കാര്യങ്ങളൊക്കെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാവരും കൂടിയപ്പോൾ എന്നാൽ ഒന്ന് ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രാക്ടീസൊക്കെയാണ് എനിക്ക് കാണുന്നത് കേട്ടോ. അപ്പോൾ ഡാൻസിന് എന്താ പറയുക, പണ്ടത്തെ പോലെ ഒന്നുള്ള മെയ്വായൊക്കെ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ അതിലൊന്നും ഞാൻ നിന്നില്ല. പിന്നെ ചെറുതായിട്ടൊരു ഇരുന്ന് കൊണ്ടുള്ളൊരു റീൽസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പ്രാക്ടീസ് ചെയ്യുക, വീണ്ടും തെറ്റുക, വീണ്ടും പ്രാക്ടീസ് ചെയ്യുക, പിന്നെയും തെറ്റുക, അങ്ങനെ 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 ഒരു 4 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 6 മണി വരെ ഇത് തന്നെയായിരുന്നു കേട്ടോ കലാപരിപാടി. ഐറൂസ് ആണെങ്കിൽ നിലത്തേക്ക് ഇറങ്ങായിട്ട് അവനെ അവിടെ മുട്ടുത്താൻ വേണ്ടിയിട്ട്, പക്ഷെ നല്ല ചൂടുണ്ട്. ഈ ഒരു നിലം എന്ന് പറയുന്നത് നല്ല സിമെൻറ്റിൻ്റെതാണല്ലോ നില, അപ്പോൾ ഓവർലോക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര ചൂടുണ്ട് കേട്ടോ. ഞങ്ങൾ ചെരുപ്പിടാതെ തന്നെ അവിടെ നിൽക്കാൻ വയ്യ. പിന്നെ അവനെ അവിടെ ഇരുത്തി മുട്ടുത്താൻ പറ്റില്ലല്ലോ. പിന്നെ മുട്ടുകാല തോലും പോവും, ചൂട് തട്ടിയാൽ എന്തെങ്കിലും ആവും കരുതിയിട്ട് ഞാൻ പിടിച്ച് നിൽക്കട്ടെ. അവന് ഭയങ്കര വാശി നിലത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. എന്നാലും അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്ന് അവനെ കൊണ്ട് നടന്ന ഒരു വിധം സെറ്റാക്കിയിട്ട് അങ്ങനെ ഒരു 6 മണിയോട് കൂടിയാണ് ഞങ്ങൾ ഈ റീൽസ് എടുക്കൽ ഷോർട്സ് എടുക്കലൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് കയറി ചെയ്തിട്ടോ. അപ്പോഴേക്കും ഉമ്മ നല്ല അടിപൊളി കപ്പ, എന്താ പാൽക്കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് ഉണ്ടാക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഈ തിരക്കിലായതുകൊണ്ട് ഉമ്മ ആ സമയത്ത് ഉണ്ടാക്കിയതുകൊണ്ട് എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എങ്ങനെ ഉണ്ടാക്കിയത് എന്നൊക്കെ നിങ്ങൾക്ക് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ അങ്ങനെ രാത്രി പാൽക്കപ്പ ഉണ്ടാക്കാമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വെറുതെ ഉണ്ടാക്കണ്ട, നമുക്ക് നല്ല ചൂടുള്ള പരിപ്പുവട ഓർഡർ ചെയ്യാൻ വന്നോളൂ ഉമ്മ, ഇനിയിപ്പോൾ അടുക്കളയിൽ കിടന്ന് ഇങ്ങനെ ഇടങ്ങാറാവണ്ടല്ലോ എന്ന് കരുതി. പക്ഷേ ഞങ്ങളവിടെ ഡാൻസ് കളിക്കുന്ന നേരം പോയി പാൽക്കപ്പൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. പക്ഷേ എന്താ പറയുക, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കിയതാണ്. പക്ഷേ അതിൻ്റെ ഒരു സംഭവം റെസിപ്പിയൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പം ഞാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അമ്മാനോടൊന്ന് ജസ്റ്റ് ചോദിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ എനിക്കറിയില്ല. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്നോട് തുത്ത് കഴിച്ചോക്ക് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പീസ് ഞാൻ അതിന് കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാനും മോളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുള്ളതുകൊണ്ട് പുറത്ത് പോയി വന്നൊരു ജസ്റ്റ് ഒരു 7 മണിയൊക്കെയാണ്, 7-7 കേട്ടോ പുറത്ത് പോയി വന്നപ്പോൾ. അപ്പം കുറച്ച് കുട്ടികൾക്കൊക്കെ ഇതാ ഇങ്ങനെ കറുമുറ അപ്പോൾ ഇതിനെന്താ പറയുക, കുടലെന്നോ അങ്ങനെ എന്താ പറയില്ല, ആ സാധനമൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പുറത്ത് പോയാൽ പിന്നെ എന്തെങ്കിലും വാങ്ങാതെ വന്നാൽ മക്കളുടെ ഒരു വക ചീത്ത ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വാങ്ങിപ്പോന്നു. ഞാൻ പുറത്ത് പോയി വന്നപ്പോഴേക്കും നുജൂമും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരെത്തി. പിന്നെ അങ്ങോട്ട് മേളം തുടങ്ങി. അങ്ങോട്ട് എന്തൊക്കെയോ പറഞ്ഞു, ഇങ്ങോട്ട് എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. ജസ്റ്റ് ഞാൻ അവിടെ ഇങ്ങനെ വീഡിയോ എടുത്തതന്നേ ഉള്ളൂ. എന്താ പറയുക, എന്തൊക്കെയാണ് പറയുക. പിന്നെ ടി വി ഇട്ടിട്ട് ടിവിൻ്റെ പാട്ടൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഞങ്ങളെന്താ പറയുന്നത് ഓൺ വോയിസ് ഇടാത്തത് കേട്ടോ. അതൊക്കെ ഇടുകയാണെങ്കിൽ ഒന്നും കൂടി രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പറഞ്ഞുകൊണ്ട് ടി വി ഒക്കെ ഓഫ് ചെയ്ത് പിന്നെ നമ്മൾക്ക് പറയണത് ഇതിൽ കേൾപ്പിക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ട്. പിന്നെ നോക്കിയപ്പോൾ ഒന്നും ക്ലിയർ അല്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. പിന്നെ നുജും വന്നതിൽ എന്താ ഉച്ചക്ക് ബിരിയാണി ഒന്നും കഴിക്കാത്തതുകൊണ്ട് വന്ന പാടൻ അമ്മ അവന് ചോറ് വിളമ്പി കൊടുത്തു കേട്ടോ. അപ്പോൾ അവൻ കൈ വെച്ച് കഴിക്കണം എന്താ വെച്ചാൽ ഒരു പാറ്റ അതിലൂടെ ഇങ്ങനെ പാറി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് ഫുഡിലേക്ക് വീഴണ്ടെന്ന് കരുതിയിട്ടാണ് പ്ലേറ്റ് കൈ പിടിച്ച് തിന്നുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ പാൽക്കപ്പ ഉണ്ടാക്കുന്നത് അറിയാതെ ഞാനും തുത്തും കൂടെ ഈ പരിപ്പുവട ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 10 രൂപ ഉണ്ട്. അത് അവിടെ വന്നിട്ടുണ്ട്. ആർക്കും കഴിക്കാനും പറ്റുന്നില്ല. ഞാനാണെങ്കിൽ ഡയറ്റ് എന്നുള്ളൊരു പേരും ഉണ്ട്. പക്ഷെ ഉച്ചയ്ക്കൊന്നും ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. രാവിലെ ഒരു ഗ്ലാസ് ചായയും ഉച്ചയ്ക്ക് ഞാൻ ആ ഒരു മസാലയും ഒരു മുട്ടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതാ ഈ ഒരു കുടൽ കൊണ്ടപ്പോൾ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മധുരമുള്ള സാധനമൊന്നും കഴിച്ചിട്ടില്ല. അപ്പം നുജൂമ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, താത്ത ഈ ചായ ഉണ്ടാക്ക്, എൻ്റെ ചായ കുടിച്ചിട്ട് കുറേ നല്ല കടുപ്പുള്ള ചായ ഉണ്ടാക്ക് താത്ത എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ കിച്ചണിക്ക് വന്ന് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പാലൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും കൂടി ഉണ്ടാക്കണം. അപ്പോൾ തുത്ത് പറഞ്ഞു എനിക്ക് വേണ്ട, എൻ്റെ ചായ എനിക്ക് വേണ്ട, എനിക്ക് ഉമ്മ ഉണ്ടാക്കി തന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഓക്കല്ലാതെ എല്ലാവരും ബാക്കിയുള്ളവർക്കൊക്കെ കൂടി ഞാൻ വലിയൊരു പാത്രത്തിൽ തന്നെ ചായ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തിളപ്പിച്ച് കടുപ്പത്തിലേക്ക് ഉമ്മാണ് വല്ലാതെ കടുപ്പത്തിൽ ചായ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഉമ്മ നോക്കി നിൽക്കണം. അപ്പോൾ ഉമ്മാക്കും വേണം ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മധുരം ഇടാതെ തരാമെന്നൊക്കെ പറഞ്ഞിട്ട്
എല്ലാവരും കൂടെ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒരു നല്ലോണം ഒരു എന്താ പറയുക നിജുമിനും നീനുവിനും വേണം, മോളൂനും വേണം, എനിക്കും വേണം, ഉമ്മാക്കും വേണം. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ചായ ഉണ്ടാക്കി. മക്കൾക്ക് പിന്നെ സാധാ സ്ട്രോങ് അല്ലാത്ത ചായ അമ്മ പാൽപ്പൊടി ഇട്ടിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടോ തുത്തൂനും മക്കൾക്കും. അങ്ങനെ അതൊക്കെ ഞാൻ ഉണ്ടാക്കി എല്ലാവർക്കും സെർവ് ചെയ്തു. അപ്പോഴാണ് നിജും പറഞ്ഞു ബിസ്ക്കറ്റ് ഇല്ലേ, നമ്മൾ ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ ബിസ്ക്കറ്റ്, അത് എടുക്കുകയാണ്. സത്യം പറയല ആ ഒരു ബിസ്ക്കറ്റ് ഇല്ലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പക്ഷേ അത് ഞാൻ കഴിച്ചില്ല. ബിസ്ക്കറ്റ് അതുകൊണ്ട് പെട്ടെന്ന് കലോറി മധുരമൊക്കെ ഉള്ളതല്ല, അപ്പോൾ അത് ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞാൻ ഒരു പരിപ്പ് വട കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഫുള്ള് അടിപൊളിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അപ്പം നമ്മളെ വീട്ടിൽ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ അമ്മാരും ഉണ്ടാകുമ്പോൾ അതൊരു വേറൊരു ഒരു സമാധാനം തന്നെ അല്ലേ. എല്ലാവർക്കും ആ ഒരു ഇതുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ വന്ന അത്രയും റിലാക്സ് ആയിട്ടാണ് എനിക്കറിയാം. ഉമ്മ എന്നെ എല്ലാതും ചെയ്ത് തരും. ഉമ്മാക്ക് ചെയ്ത് തരുന്നത് ഉമ്മാക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളെ മക്കളെ നോക്കുന്നതും ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നതൊക്കെ ഉമ്മാക്കും ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഞങ്ങൾ അത്രയും ഒരു ടെൻഷനില്ലാതുള്ള അത് എല്ലാ പെൺകുട്ടികൾക്കും നമ്മൾ സ്വന്തം വീട്ടിലേക്ക് വരുമ്പോൾ ആ ഒരു ഇതുണ്ടാവും. അപ്പോൾ പക്ഷേ എനിക്കറിയുന്നവർ തന്നെ അങ്ങനെ കുറച്ച് ആൾക്കാർക്ക് എല്ലാവർക്കും ആ ഭാഗ്യം ഉണ്ടാവില്ല കേട്ടോ. ഞാൻ എപ്പോഴും ഇരിക്കുന്നുണ്ട് ഞാൻ അത്രയും നല്ലൊരു ഫാമിലിയിൽ ജനിച്ചതിന്. അതായത് എനിക്ക് അമ്മ ഉപ്പ എൻ്റെ ഉപ്പയാണെങ്കിൽ എന്താ പറയുക, ഞങ്ങളെല്ലാവരും മക്കളെയും കൂട്ടി വരുമ്പോൾ ടി വി ഒക്കെ ഇട്ട് സൗണ്ടൊക്കെ കൂട്ടിയിട്ട് എല്ലാം കൂടെ ചാടി കളിക്കൂട്ടും. എന്നാലും അത്രയും വീട് ഇങ്ങോട്ട് എന്താ പറയുക തല കുത്തനെ വെക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം വരും. എന്നാലും എൻ്റെ ഉപ്പ ഒന്നും പറയില്ല കേട്ടോ. പക്ഷേ എനിക്ക് പറയാം എല്ലാ വീട്ടിലും ഇങ്ങനെ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനെപ്പോഴും എനിക്ക് ഇത്രയും നല്ലൊരു ഫാമിലിനെ കിട്ടിയത് എപ്പോഴും ഞാൻ എന്താ പറയുക ഒരു നന്ദിയുണ്ട് കേട്ടോ. കാരണം അമ്മ അപ്പ ആയാലും എനിക്കുള്ളത് ആകെ ഒരു അനിയത്തിയും അനിയനുമാണ്. അപ്പോൾ എല്ലാ രീതിയിലും ഞാൻ വളരെ ആ ഒരു ഫാമിലി എന്നുള്ള കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് ഇതിൽ ഇന്ന് പറയണം തോന്നി. കാരണം ഞാൻ ഇന്ന് നല്ല എന്താ പറയുക സന്തോഷത്തിലാണ്. നല്ലൊരു എന്താ പറയുക, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ചിരി വരും. പക്ഷെ എല്ലാവർക്കും ഈ ഭാഗ്യം ഉണ്ടാവണമെന്നില്ലല്ലോ. അമ്മ ഇല്ലാത്തവരുണ്ടാവും, ഇപ്പം ഇല്ലാത്തവരുണ്ടാവും, പിന്നെ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉള്ളവരുണ്ടാവും. ഇത്ര റിലാക്സിൽ വന്ന് വീട്ടിൽ വന്നിട്ട് നമ്മൾ ഉണ്ടാവില്ല. അത്ര റിലാക്സിൽ വന്ന് നിൽക്കാൻ പറ്റുന്നവരുണ്ടാവില്ല. സ്വന്തം വീട്ടിൽ വന്നാലും ജോലികളൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് അല്ലേ. എല്ലാവരും എന്നെപ്പോലെ ആവണമെന്നില്ല. പക്ഷെ എന്നെപ്പോലെ ഉള്ളവരുണ്ടെങ്കിൽ വീട്ടിൽ വന്നാൽ ഒന്നും ചെയ്യാതെ എല്ലാം അമ്മമാർ ചെയ്തു തരുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാൽ ഒന്നുമില്ല, ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്താ പറയുക, ഒരുപാട് ഞാൻ ഇന്ന് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് ആയോ, ഏതായാലും നമുക്ക് ഞാൻ അധികം വിളിച്ച് നീട്ട് പറയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഒരു ചായയൊക്കെ ഞാൻ അമ്മക്ക് കൊണ്ടുകൊടുത്തു, നിജുമിന് കൊണ്ടുകൊടുത്തു. പിന്നെ നിജും ബിസ്ക്കറ്റ് ചോദിച്ചപ്പോൾ അത് കൊണ്ടുകൊടുത്തു. ഞാൻ പക്ഷേ ബിസ്ക്കറ്റ് കഴിച്ചില്ല കേട്ടോ, ഒരു പരിപ്പുവട കഴിച്ചു. അപ്പോൾ ഉമ്മാക്ക് പരിപ്പുവട വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു ഉമ്മാക്ക് രാത്രി പരിപ്പുവട കഴിച്ചാൽ ഗ്യാസ് കയറും, അപ്പോൾ അതുകൊണ്ട് വേണ്ട, ബിസ്ക്കറ്റ് മതിയാണ്. ഉമ്മ ബിസ്ക്കറ്റ് കഴിക്കണത്. തുത്തും കഴിച്ചില്ല കേട്ടോ. തുത്തും അപ്പം ബിരിയാണി കഴിച്ചിട്ടുള്ളൂ. ഞങ്ങൾ പുറത്ത് പോയെന്ന് പറഞ്ഞില്ലേ, പുറത്ത് പോയി വന്നപ്പോൾ തുത്തു ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് നിറച്ചിരിക്കാം കേട്ടോ. പിന്നെ അവളാണെങ്കിൽ അവളുടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. അതാണ് അവിടെ ഫോണിലേക്ക് നോക്കിയിരിക്കുന്നത്. അവൾക്ക് രാത്രി ഇടാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്യലും അത് നോക്കലൊക്കെ പണിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതാ പോകുന്ന തിരക്കിലായി. കുറേ നേരം അവിടെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡൊക്കെ വന്നു കേട്ടോ. ഇങ്ങോട്ട് ഞാൻ തുത്തുനപ്പം ആണെങ്കിലും അങ്ങോട്ട് പിന്നെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് വന്നു. പിന്നെ മൂപ്പർക്ക് ഫുഡ് കൊടുത്തു, ബിരിയാണി കൊടുത്തു, പാൽക്കപ്പ കൊടുത്തു, പിന്നെ ചായയും പരിപ്പടിയൊക്കെ കൊടുത്തിട്ടോ. അതൊക്കെ കഴിച്ച് പിന്നെ പോകാനുള്ള ഒരു സംഭവത്തിലായി. നിജവും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, രാവിലെ പോയാൽ പോരാ താത്ത, ഞാൻ കൊണ്ടാക്കി തരാം. കാരണം പിറ്റേന്ന് പോലും ഒഴിവാണ്, ഞായറാഴ്ച. ഇത് ശനിയാഴ്ചത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാനത് ശരിക്കും ഞായറാഴ്ച ഇടേണ്ടതാണ് ഈ വീഡിയോ. കഴിഞ്ഞില്ല, എനിക്ക് സൗണ്ട് കണ്ടു, ഇപ്പോഴും സൗണ്ട് റെഡി ആയിട്ടില്ല, അതുകൊണ്ടാട്ടോ ഇടാഞ്ഞത്. അപ്പം ഞാൻ കൊണ്ടാക്കി തരാം താത്താജി, ഒന്നും കൂടി ഇവിടെ നിന്നോ എന്നൊക്കെ ഓൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നാളെ വേറെ കുറച്ച് പരിപാടികളുണ്ട്, തിരക്കുണ്ട്. അതെന്തൊക്കെ നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. ഞായറാഴ്ച കുറച്ച് വേറെ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ ഇറങ്ങാണ്. അങ്ങനെ എന്താ പറയുക, നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഇവിടെ നിന്ന് കുറേ നേരം നിന്നിട്ട് കുറേ നേരം സംസാരമുണ്ട് കേട്ടോ. ഇങ്ങനെ സംസാരിച്ചങ്ങോട്ട് ഇറങ്ങൂല. പിന്നെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ പോവുകയാണ് നേരെ വീട്ടിലേക്ക്. ഇനി അവിടെ പോവുക, ഉറങ്ങുക, ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി ഞാൻ നാളത്തെ വീഡിയോ കാണിക്കാം. ബൈ.